ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. ഈ കവിതാഭാഗം വായിക്കൂ. കവിതയുടെ പേര് കാട്ടിലെ കളികൾ. കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദതനൂജൻ താനന്നൊരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമിന്നെനിക്കെന്നു നന്ദി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി. എന്താണ് പറയുന്നത്? പശുക്കളെ മേയിച്ചുകൊണ്ട് എപ്പോഴും പ്രകാശിച്ചു നിന്നിരുന്ന നന്ദഗോപരുടെ മകനായ ശ്രീകൃഷ്ണൻ, നന്ദ തനൂജൻ, ഒരു ദിവസം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഇന്ന് നമുക്ക് കാട്ടിലേക്ക് പോയി വേണം ആഹാരം കഴിക്കാൻ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് കൃഷ്ണൻ അതിരാവിലെ തന്നെ ഉണരുകയും തൻ്റെ കൂട്ടുകാരായ മറ്റ് ഇടയക്കുട്ടികളെയും ബാലകന്മാർ സന്തോഷത്തോടെ ഒന്നിച്ച് വിളിച്ചുണർത്തുകയും ചെയ്തു. കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമിന്നൂണെല്ലാം എന്നു ചൊല്ലി താനങ്ങു തന്നെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ. നമുക്കെല്ലാവർക്കും ഇന്ന് കാട്ടിൽ പോയി അവിടെ സന്തോഷത്തോടെ ഒന്നിച്ചു നിന്ന് ആഹാരം കഴിക്കണമെന്ന് കൃഷ്ണൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ തൻ്റെ പശുക്കളുടെ പിന്നാലെ കാട് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. എന്നതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നോതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെക്കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ. കാട്ടിൽ പോയി ഒന്നിച്ചു ഭക്ഷണം കഴിക്കാമെന്ന കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് കൂട്ടുകാരെല്ലാം അതെ, അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സമ്മതിച്ചു. അതിനുശേഷം ആ കുട്ടികളെല്ലാം തങ്ങൾക്കിഷ്ടമുള്ള പലതരം ലീലകളും, അതായത് കുട്ടിക്കളികളും വിനോദങ്ങളും കളിച്ച് വളരെ ആനന്ദത്തോടെ കൃഷ്ണൻ്റെ കൂടെ കാട്ടിലേക്ക് നടന്നുപോയി. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ, കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായാക്കമേ എല്ലാവരും ഓടിയോടി. കാട്ടിലെ മയിലുകൾ, അതായത് കേകികൾ കൂകുമ്പോൾ കുട്ടികൾ അവയെപ്പോലെ തിരികെ കൂകാൻ തുടങ്ങും. കുയിലുകൾ അഥവാ കോകിലം പാടുമ്പോൾ അവരോടൊപ്പം ചേർന്ന് പാട്ടുപാടും. പക്ഷികൾ പറന്നു പോകുമ്പോൾ നിലത്തു വീഴുന്ന അവയുടെ നിഴലുകളെ പിടിക്കാനായി കുട്ടികളെല്ലാവരും ഒന്നിച്ച് പിന്നാലെ ഓടി നടക്കും. അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ തന്നിഴൽ തന്നോടും മാറ്റൊലി തന്നോടും നിന്നു കളിക്കയും പേശുകയും. അരയന്നങ്ങൾ നടന്നു പോകുന്നത് കാണുമ്പോൾ അവയുടെ നടത്തം അനുകരിച്ച് കുട്ടികൾ പിന്നാലെ നടക്കും. അവ ശബ്ദമുണ്ടാക്കുന്നത് പോലെ ഇവരും ശബ്ദമുണ്ടാക്കും. കുട്ടികൾ സ്വന്തം നിഴലിനോടും കാട്ടിൽ തങ്ങളുടെ ശബ്ദം തട്ടി തിരിച്ചു വരുന്ന പ്രതിധ്വനികളോടും സംസാരിക്കുകയും കളിക്കുകയും ചെയ്യും. വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കും നേരം. കുരങ്ങന്മാർ വേഗത്തിൽ മരങ്ങളിലേക്ക് ഓടിക്കയറുമ്പോൾ കുട്ടികൾ ഓടിച്ചെന്ന് അവയുടെ വാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചു രസിക്കും. മുൻജന്മങ്ങളിൽ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആ കുട്ടികൾ ശ്രീകൃഷ്ണനോടൊപ്പം ഇപ്രകാരം കളിച്ചുല്ലസിച്ചു നിൽക്കുന്ന സമയത്ത് കംസന്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ. കൃഷ്ണനെ വധിക്കാനായി കംസന്റെ കൽപ്പന പ്രകാരം ഒരു അസുരൻ അവിടെ എത്തി. വെളുത്ത മനോഹരമായ ഹംസക്കൂട്ടത്തിന് അടുത്തേക്ക് ഒരു കറുത്ത കാക്ക വരുന്നത് പോലെയായിരുന്നു ആ അസുരൻ്റെ വരവ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ളതാണ് ഈ വരികൾ. ഒന്നിച്ചു ചൊല്ലാം, കേൾക്കാം, രസിക്കാം. കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞു ചൊല്ലി നോക്കൂ. സമാനമായ ഒരു കവിതാഭാഗം താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ കാട്ടിലെ കളികൾ എന്ന കവിത ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായൊരു കവിതയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. മുറ്റത്തുലാത്തുമ്പോൾ എൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു, കാറ്റിന്നലകളിൽ ആലോലമാടിയ കാണാക്കിളിതൻ കിളുന്നു തൂവൽ, താണുതാണങ്ങനെ പാറി വീണു മെല്ലെ ഞാനതെടുത്തു തലോടി നിന്നു, പൂവുപോൽ പൂവിളം പട്ടുപോലുള്ളൊരാ തൂവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു, ഏതു കിളിതൻ ചിറകൊളിയിൽ നിന്നു മേതുമീ തുള്ളിയിങ്ങിറ്റു വീണു. ഇത് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. ഇതിൻ്റെ അർത്ഥം, ഞാൻ മുറ്റത്ത് നടക്കുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു പക്ഷിയുടെ കുഞ്ഞു തൂവൽ കാറ്റിൽ ആടിപ്പാറി വീണു.
ഞാൻ ആ തൂവൽ കയ്യിലെടുത്തു. ഒരു പൂവ് പോലെയും പട്ടുതുണി പോലെയും വളരെ മൃദുവായിരുന്നു അത്. ഞാൻ അതിനെ ഒത്തിരി സ്നേഹത്തോടെ തലോടി. അതിലേക്ക് തന്നെ നോക്കി നിന്നു. ആകാശത്ത് പറന്നുപോയ ഏത് കിളിയുടെ ചിറകിൽ നിന്നായിരിക്കും ഈ കുഞ്ഞു തൂവൽ താഴേക്ക് പൊഴിഞ്ഞു വീണത് എന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു. ഇതേ ഈണത്തിലുള്ള കവിതാഭാഗങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതൂ. കാട്ടിലെ കളികൾ എന്ന ചെറുശ്ശേരിയുടെ കവിതയ്ക്ക് സമാനമായി പ്രകൃതി ഭംഗിയും കുട്ടിക്കാലത്തെ കളികളും നിറഞ്ഞ കൃഷ്ണഗാഥയിലെ തന്നെ മനോഹരമായ ഒരു കവിതാഭാഗം താഴെ നൽകുന്നു. കവിതാഭാഗം എന്ന് പറയുന്നത് കാളിയമർദ്ദനമാണ് കൃഷ്ണഗാഥയിലെ. പൂന്തേൻ നുകർന്നു നടന്നിടുന്ന വണ്ടുകൾ തങ്ങളുടെ പാട്ടും കേട്ടു, മാന്തളിർ തിന്നു മതിച്ചു നിൽക്കും കുയിലുകൾ തങ്ങളുടെ പാട്ടും കേട്ടു. മാൻപേട തങ്ങളുടെ നോട്ടവും കണ്ടു, മയിലുകൾ തങ്ങളുടെ നൃത്തവും കണ്ടു, ആനന്ദത്തോടും നടന്നുപോയി ആനന്ദരൂപനാം കണ്ണനപ്പോൾ. കൃഷ്ണനും കൂട്ടുകാരും കന്നുകാലികളുമായി കാട്ടിലൂടെ നടന്നുപോകുന്ന മറ്റൊരു മനോഹരമായ രംഗമാണിത്. പൂക്കളിലെ തേൻ കുടിച്ച് പറക്കുന്ന വണ്ടുകളുടെ പാട്ടും കേട്ടും മാന്തളിരുകൾ തിന്നുല്ലസിക്കുന്ന കുയിലുകളുടെ മധുര ശബ്ദം ആസ്വദിച്ചുമാണ് കൃഷ്ണൻ നടക്കുന്നത്. കാട്ടിലെ മാനിൻ കുട്ടികളുടെ ഭംഗിയുള്ള നോട്ടവും മയിലുകളുടെ മനോഹരമായ നൃത്തവും കണ്ടുകൊണ്ട് ആനന്ദസ്വരൂപനായ കണ്ണൻ ഒത്തിരി സന്തോഷത്തോടെ കാട്ടിലൂടെ മുന്നോട്ട് നടന്നുപോയി. ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളെയും പ്രകൃതി ഭംഗിയെയും കുറിച്ചു പറയുന്ന ഇതേ താളത്തിലും ശൈലിയിലുമുള്ള മറ്റൊരു മനോഹരമായ കവിതാഭാഗം താഴെ നൽകുന്നു. ഇത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഉണ്ണിക്കളി എന്ന ഭാഗത്തു നിന്നുള്ളതാണ്. പൈക്കളെ മേച്ചു നടപ്പതിനായി ബാലന്മാരെല്ലാവരും കൂടുന്നേരം കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് കണ്ണനും മുന്നിലായി നടക്കുന്നു. കാട്ടിലെ പൂക്കൾ പറിച്ചു കൂട്ടി മാലകൾ കോർത്തു ധരിച്ചുകൊണ്ട് കൂട്ടരുമൊത്തു ചിരിച്ചു കളി കൂട്ടത്തിൽ കണ്ണൻ വിളങ്ങിയിടുന്നു. ഗോപാലന്മാരുടെ ഒത്തുചേരൽ. പശുക്കളെ മേയ്ക്കാനായി ബാലന്മാർ എല്ലാവരും ഒത്തുകൂടുന്നു. കണ്ണൻ്റെ നേതൃത്വം. കയ്യിൽ ഒരു ചെറിയ വടിയുമേന്തി നമ്മുടെ ഉണ്ണിക്കണ്ണൻ അവർക്ക് മുന്നിലായി വഴി നടത്തുന്നു. വന്യഭംഗി. കാട്ടിലെ മനോഹരമായ പൂക്കൾ പറിച്ചെടുത്ത് മാലകളുണ്ടാക്കി അവർ കഴുത്തിലണിയുന്നു. ആനന്ദം. കൂട്ടുകാരോടൊപ്പം ഒന്നിച്ച് ചിരിച്ചും കളിച്ചും ആ കൂട്ടത്തിൽ ശ്രീകൃഷ്ണൻ ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്നു. പദങ്ങൾ അന്വേഷിച്ച്. കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ്? അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാവും. അത്തരം പദങ്ങൾ കണ്ടെത്തൂ. നിഘണ്ടു ഉപയോഗിച്ച് അവയുടെ അർത്ഥം കണ്ടെത്തി എഴുതുമല്ലോ. നന്ദതനൂജൻ, നന്ദഗോപരുടെ മകൻ അഥവാ ശ്രീകൃഷ്ണൻ. നണ്ണി, വിചാരിച്ച് അല്ലെങ്കിൽ കരുതി. കാനനം, കാട്. ഭോജനം, ആഹാരം അല്ലെങ്കിൽ ഊണ്. ബാലകന്മാർ, കുട്ടികൾ. മേളത്തിൽ, ഒന്നിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടെ. ചങ്ങാതിമാർ, കൂട്ടുകാർ. ലീലകൾ, വിനോദങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്കളികൾ. ചാലെ, നന്നായി അല്ലെങ്കിൽ ഭംഗിയായി. കേകികൾ, മയിലുകൾ. കോകിലം, കുയിൽ. പാറമ്പോൾ, പറക്കുമ്പോൾ. ഛായ, നിഴൽ അല്ലെങ്കിൽ പ്രതിബിംബം. അന്നങ്ങൾ, അരയന്നങ്ങൾ. മാറ്റൊലി, പ്രതിധ്വനി. പേശുക, സംസാരിക്കുക. വാനരം, കുരങ്ങൻ. പൈതങ്ങൾ, കുട്ടികൾ. ചൊല്ലാലെ, കൽപ്പന പ്രകാരം അല്ലെങ്കിൽ വാക്കുകേട്ട്. ദാനവൻ, അസുരൻ, രാക്ഷസൻ. ചാരത്ത്, അടുത്ത്. കാകൻ, കാക്ക. താരതമ്യം ചെയ്യാം. കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ ഏതെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യൂ. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. കണ്ണൻ്റെയും കൂട്ടുകാരുടെയും കളികൾ. കണ്ണനും കൂട്ടുകാരും പ്രകൃതിയോട് ഇണങ്ങിയാണ് കളിച്ചത്. മയിലുകൾ കൂകുമ്പോൾ കൂകുക, കുയിലുകൾ പാടുമ്പോൾ പാടുക, പക്ഷികളുടെ നിഴൽ പിടിക്കാൻ ഓടുക, സ്വന്തം നിഴലിനോടും പ്രതിധ്വനിയോടും സംസാരിക്കുക, കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിക്കുക എന്നിവയായിരുന്നു അവരുടെ പ്രധാന കളികൾ. നമ്മുടെ ഇന്നത്തെ കളികൾ എന്ന് പറയുന്നത് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഒളിച്ചുകളി, കള്ളനും പോലീസും തുടങ്ങിയ കളികളാണ് കളിക്കുന്നത്. ഇതുകൂടാതെ പലരും മൊബൈൽ വീഡിയോ ഗെയിമുകളും കളിക്കാറുണ്ട്. സാമ്യങ്ങൾ. ഒരുപോലെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? കണ്ണനും കൂട്ടുകാരും കൂട്ടമായി കളിച്ചതുപോലെ നമ്മളും കൂട്ടുകാരും ഒത്താണ് കളിക്കുന്നത്. അന്ന് അവർ ഓടിച്ചാടി കളിച്ചതുപോലെ നമ്മളും ഫുട്ബോളിലും ഒളിച്ചുകളിയിലുമൊക്കെ ഒരുപാട് ഓടിച്ചാടി കളിക്കുന്നു. കളിക്കുമ്പോൾ അന്നും ഇന്നും കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയ സന്തോഷമാണ്.
ഇനി വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് കണ്ണൻ്റെ കളികൾ പൂർണ്ണമായും കാട്ടിലും പ്രകൃതിയിലുമായിരുന്നു. നമ്മുടെ കളികൾ അധികവും വീട്ടുമുറ്റത്തോ ഗ്രൗണ്ടിലോ ആണ്. അന്ന് അവർ മൃഗങ്ങളോടും പക്ഷികളോടും ഒപ്പമാണ് കളിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ കളിപ്പാട്ടങ്ങളും മൊബൈൽ ഫോണുകളും ഉപയോഗിച്ചാണ് കൂടുതൽ കളിക്കുന്നത്. കുറിപ്പ് തയ്യാറാക്കാം. കണ്ണൻ്റെ കളികളും നമ്മുടെ കളികളും. ചെറുശ്ശേരിയുടെ കവിതയിൽ കണ്ണനും കൂട്ടുകാരും പ്രകൃതിയോട് ഇണങ്ങിയാണ് കളിക്കുന്നത്. മയിലുകൾ കൂകുമ്പോൾ കൂകുക, കുയിലുകൾ പാടുമ്പോൾ പാടുക, പക്ഷികളുടെ നിഴൽ പിടിക്കാൻ ഓടുക, കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിക്കുക എന്നിവയായിരുന്നു അവരുടെ പ്രധാന കളികൾ. എന്നാൽ ഇന്ന് നമ്മൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഒളിച്ചുകളി എന്നിവയും മൊബൈൽ ഗെയിമുകളുമാണ് കൂടുതൽ കളിക്കുന്നത്. ഈ രണ്ട് കാലത്തെയും കളികൾ തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. അന്ന് കണ്ണനും കൂട്ടുകാരും ഒത്തുകൂടി കളിച്ചതുപോലെ നമ്മളും കൂട്ടുകാരും ഒത്താണ് കളിക്കുന്നത്. അന്ന് അവർ ഓടി നടന്നതുപോലെ നമ്മളും കളികളിൽ ഒരുപാട് ഓടിച്ചാടുന്നു. കളിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അന്നും ഇന്നും ഒന്നു തന്നെയാണ്. എന്നാൽ വ്യത്യാസമെന്നത് കണ്ണൻ്റെ കളികൾ പൂർണ്ണമായും കാട്ടിലും പ്രകൃതിയിലുമായിരുന്നു. നമ്മുടെ കളികൾ അധികവും വീട്ടുമുറ്റത്തോ ഗ്രൗണ്ടിലോ ആണ്. അന്നവർ മൃഗങ്ങളോടൊപ്പം കളിച്ചപ്പോൾ ഇന്ന് നമ്മൾ കളിപ്പാട്ടങ്ങളും മൊബൈൽ ഫോണുകളുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ കളിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കളിക്കൂട്ടുകാർ നൽകുന്ന ആനന്ദം എല്ലാ കാലത്തും ഒരുപോലെയാണ്. കളിയഴക് വരിയഴക്. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും. മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്? ഇതുപോലെയുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക. ഇവ നമുക്ക് ക്ലാസ്സിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാം? ചിത്രമായിട്ട്, അഭിനയം, നൃത്തം, ഇനി എന്തെല്ലാം? ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളുടെ അവതരണങ്ങൾ വീഡിയോ ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കാം. മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്? കാട്ടിലെ മയിലുകൾ മനോഹരമായി പീലി വിടർത്തി കൂകുന്ന കാഴ്ച. മരച്ചില്ലകളിലിരുന്ന് കുയിലുകൾ മധുരമായി പാടുന്ന കാഴ്ച. ഈ പക്ഷിമൃഗാദികളുടെ ശബ്ദം കേട്ട് അവയെപ്പോലെ തിരികെ ശബ്ദമുണ്ടാക്കി കളിക്കുന്ന ഇടയക്കുട്ടികളുടെ സന്തോഷം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്താനാണ്. പക്ഷികൾ പറക്കുമ്പോൾ നിലത്തു വീഴുന്ന അവയുടെ നിഴലുകളെ പിടിക്കാൻ കുട്ടികൾ ഓടി നടക്കുന്ന സന്ദർഭം. അരയന്നങ്ങൾ നടക്കുന്നത് കണ്ട് അവയുടെ പിന്നാലെ കുട്ടികൾ അനുകരിച്ച് നടക്കുന്ന സന്ദർഭം. കാട്ടിലെ കുരങ്ങന്മാർ മരങ്ങളിൽ കയറുമ്പോൾ കുട്ടികൾ ഓടിച്ചെന്ന് അവയുടെ വാലിൽ പിടിച്ചു വലിക്കുന്ന സന്ദർഭം. ഇവ നമുക്ക് ക്ലാസ്സിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാം? അഭിനയിക്കുമ്പോൾ കുട്ടികൾ മയിൽ, കുയിൽ, കുരങ്ങൻ എന്നിവരെ പോലെ അഭിനയിച്ചും ശബ്ദമുണ്ടാക്കിയും ഈ കവിതാഭാഗം ക്ലാസ്സിൽ കാണിക്കാം. അതുപോലെ തന്നെ ചിത്രരചന. കൃഷ്ണനും കൂട്ടുകാരും കാട്ടിൽ പക്ഷികളോടും മൃഗങ്ങളോടുമൊപ്പം കളിക്കുന്ന രംഗം മനോഹരമായി വരച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. എൻ്റെ കളിമോഹങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ? ഏതെല്ലാം? എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പറഞ്ഞവതരിപ്പിക്കൂ. എൻ്റെ കളിമോഹങ്ങൾ എന്ന ഒരു കുറിപ്പായി എഴുതൂ. എൻ്റെ കളിമോഹങ്ങൾ. എല്ലാ കുട്ടികളെയും പോലെ എനിക്കും കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എനിക്ക് കളിക്കാൻ സാധിക്കാത്ത ചില കളികളുണ്ട്. വലിയ മൈതാനങ്ങളിൽ കളിക്കുന്ന ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിവയും അതുപോലെ പച്ചപ്പുള്ള നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾ കളിക്കാറുള്ള മരം കയറ്റം, പുഴയിലെ നീന്തൽ എന്നിവയുമാണ് എൻ്റെ വലിയ കളിമോഹങ്ങൾ. ഇവ കളിക്കാൻ സാധിക്കാത്തതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ടൗണിനോട് ചേർന്നായതുകൊണ്ട് വീടിന് ചുറ്റും വലിയ കളിസ്ഥലങ്ങളോ മൈതാനങ്ങളോ ഇല്ല. ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ വലിയ ഗ്രൗണ്ടുകൾ ആവശ്യമാണ്. അതുപോലെ കൊച്ചു കൊച്ചു പറമ്പുകളോ മരങ്ങളോ പുഴകളോ ഒന്നും അടുത്തായും ഇല്ല. കൂടാതെ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഹോംവർക്കുകൾ ചെയ്യാനുള്ളതുകൊണ്ട് കൂട്ടുകാരോടൊപ്പം ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി കളിക്കാൻ സമയം കിട്ടാറുമില്ല. വലിയ കളിക്കളങ്ങളും പ്രകൃതിയോട് ചേർന്നുള്ള നല്ലൊരു അന്തരീക്ഷവും ഒപ്പം ഒരുപാട് കൂട്ടുകാരെയും അപ്പോൾ പാഠഭാഗം എല്ലാവരും നന്നായി പഠിക്കണം.